നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഈ ധനകാര്യ വർഷത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയ ഇത്രയും ഓഹരികളിൽ അല്ലെങ്കിൽ IPOകളിൽ വളരെ നാമമാത്രമായിട്ടുള്ള 5-6 കമ്പനികൾ മാത്രമാണ് നെഗറ്റീവായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി ഭൂരിപക്ഷം ഓഹരികളും നല്ല രീതിയിൽ നിക്ഷേപകർക്ക് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ സെഗ്മെൻറ്റിൽ 35% ഓഹരിയുള്ള ഒല ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡ് എന്ന കമ്പനി ഇപ്പോൾ IPO-ആയിട്ട് വന്നിരിക്കുകയാണ്. ഇലക്ട്രിക് 2 വീലേഴ്സിൻ്റെ കാര്യത്തിലും അതിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ബാറ്ററികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ നിർമ്മാണത്തിൽ പ്രശസ്തമായിട്ടുള്ള ഒല ഇലക്ട്രിക് മൊബിലിറ്റി കമ്പനി എന്നുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. അതും ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ, ഈ ധനകാര്യ വർഷത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്കുള്ള ഓഹരി ആണ് ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അവർ 6145.56 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 5500 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴിയാണ് കമ്പനി നേടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ലോസ് മേക്കിംഗ് ആണ് ഇപ്പോൾ ഈ കമ്പനി. അതിൻ്റെ കാര്യത്തിലേക്കൊക്കെ നമുക്ക് വരാം. ലോസ് മേക്കിംഗ് കമ്പനിയുടെ IPO എങ്ങനെ മാർക്കറ്റിൽ പ്രതികരിക്കും എന്നുള്ള ഒന്നുകൂടി നമുക്കിപ്പോൾ, അതും ന്യൂജൻ ആയിട്ടുള്ള ഒരു ലോസ് മേക്കിംഗ് കമ്പനി ഇപ്പോൾ ഓഹരി വിപണിയിൽ എങ്ങനെ അതിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് കൂടി കാണാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഓഗസ്റ്റ് 2 മുതൽ 6 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സോഫ്റ്റ് ബാങ്ക് എന്നുള്ള ജാപ്പനീസ് ഫണ്ടിൻ്റെ പിൻബലമുള്ള ഒല ഇലക്ട്രിക് എന്നുള്ള ഈ കമ്പനി ഇന്ത്യയിൽ EV വെഹിക്കിൾസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കാര്യത്തിൽ ഒരു പയനിയർ ആണെന്ന് പറയാൻ സാധിക്കും. ആ ഇലക്ട്രിക് വെഹിക്കിൾസിൽ പ്രധാനമായിട്ടും അവർ അതിൻ്റെ കീ പാർട്സ്, ബാറ്ററി പാക്സ്, അതുപോലെ തന്നെ മോട്ടോഴ്സ്, വെഹിക്കിൾ ഫ്രെയിംസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് 2 വീലറുകളുടെ നിർമ്മാണത്തിലൂടെ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തൊരു കമ്പനിയാണ് ഒല ഇലക്ട്രിക് എന്നുള്ള കമ്പനി. മാത്രമല്ല, മറ്റൊരു രസകരമായ കാര്യം, 2021 ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിച്ച അതിന് ശേഷം 9 മാസം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡായിട്ട് ഒല മാറി എന്നുള്ളത് നമുക്ക് രസകരമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. എന്താണ് കാരണം, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ, വാഹൻ എന്നുള്ള, അതിൽ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, അതിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഒല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ വാഹനമാണ് ഏറ്റവും കൂടുതലായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന്. ശക്തമായിട്ടുള്ളൊരു ഓൺലൈൻ പോർട്ടൽ കമ്പനിക്ക് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. അതിലെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം 935ഓളം എക്സ്പീരിയൻസ് സെൻറ്റേഴ്സും 414 സർവീസ് സെൻറ്റേഴ്സും കമ്പനിക്കുണ്ടെന്നുള്ളതാണ്. കസ്റ്റമേഴ്സിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന രീതിയിലാണ് ഒല ഇലക്ട്രിക്കിൻ്റെ വെബ്സൈറ്റ് ഇതിനെല്ലാം പിന്തുണയ്ക്കുന്നത്. ഇനി കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് പരിശോധിക്കുകയാണ്. ഈ പ്രധാന പ്രൊമോട്ടർ ഭാവിഷ് അഗർവാൾ എന്ന ഈ ചിത്രത്തിൽ കാണുന്ന യങ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണറാണ്. അദ്ദേഹമാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും. പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമാണ് 87.77% ഓഹരികൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പുള്ളത്. പിന്നെ നമുക്കറിയാം ഒരു 645.56 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഓഫർ ഫോർ സെയിലായിട്ട് വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് ഈ ഇഷ്യൂവിൻ്റെ കൂടെ. അതിൽ പ്രധാനപ്പെട്ട സെല്ലർ ഭാവിഷ് അഗർവാളാണ്. ഭാവിഷ് അഗർവാളിൻ്റെ ഒരു 3.7 കോടി ഓഹരികൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ് ട്രസ്റ്റ് എന്ന ഒരു നിക്ഷേപക സ്ഥാപനവും ഏകദേശം 41 ലക്ഷം ഓഹരികൾ ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇഷ്യൂ വഴി ലഭിക്കുന്ന 5500 കോടി രൂപ കമ്പനി വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും അവരുടെ ഒരു സബ്സിഡിയറിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഒരു 1226.43 കോടി രൂപ വിനിയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സബ്സിഡിയുടെ റീപേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്, അതായത് കടബാധ്യതകൾ തീർക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 800 കോടി രൂപ അത്തരത്തിൽ വിനിയോഗിക്കപ്പെടുമെന്ന് പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം, റിസർച്ചിന് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1600
കോടി രൂപ കമ്പനി നിക്ഷേപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു, അതിനുവേണ്ടി ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊരു കാര്യം, അവരുടെ ഓൺ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് കമ്പനിയുടെ സെയിൽസ് വർദ്ധിപ്പിച്ച് അത്തരത്തിൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് 350 കോടി രൂപ വിനിയോഗിക്കും എന്ന് പറയുന്നുണ്ട്. മറ്റ് ബാക്കിയുള്ള തുക അവരുടെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുമെന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റ് ഇൻഫർമേഷൻസ് നോക്കുകയാണെങ്കിൽ, കമ്പനി ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പിയർ കമ്പനികളായിട്ട് വരുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള EPS -4.35 ആണ്. ഇനി ഇവരുടെ പിയർ കമ്പനികളിലായിട്ടുള്ള TVS മോട്ടോഴ്സിൻ്റെ 35.5, ഐഷർ മോട്ടോഴ്സിൻ്റെ 146.18, ബജാജ് ഓട്ടോ ലിമിറ്റഡിൻ്റെ 272.7, ഹീറോ മോട്ടോർ കോപ്പിൻ്റെ 187.36 ഈ ബേസിക് ആയിട്ടുള്ള EPS എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര, BOFA സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്, പിന്നെ ഗോൾഡ്മാൻ സാഷ്, അതുപോലെ ICICI സെക്യൂരിറ്റീസ്, BOB ക്യാപിറ്റൽ മാർക്കറ്റ് എന്നിവയാണ് ലീഡ് മാനേജേഴ്സ്. രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കാം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ ഈ നഷ്ടത്തിലോടുന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. നമുക്ക് അതിൻ്റെ നഷ്ടം വരുന്നതിനുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാം. ആദ്യമായിട്ട് റവന്യൂവിൻ്റെ കാര്യം നോക്കാം. 106.08 കോടി രൂപയായിരുന്നു 2021-ലെങ്കിൽ, അത് 2022 ആയപ്പോൾ 456.26 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. 2023-ൽ 2782.7 കോടി രൂപയായിട്ട് അവരുടെ റവന്യൂ വർദ്ധിക്കുന്നുണ്ട്. 2024 അത് 5243.27 കോടി രൂപയായിട്ട് നല്ലൊരു വർധനവ് അവിടെയും കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ, ലാഭം മറ്റാദായം നോക്കുകയാണെങ്കിൽ 2021-ൽ 199.23 കോടി രൂപയുടെ നഷ്ടത്തിലാണ് കമ്പനി പ്രവർത്തിച്ചത്. നെഗറ്റീവാണ് ആ ഫിഗർ. 2022-ൽ 784.15 എന്നായിരുന്നു ആ ഫിഗർ, അതായത് നഷ്ടം. അത് 2023 ആയപ്പോഴത്തേക്ക് 1472.08 കോടി രൂപയുടെ ലോസായിട്ട് മാറി. എന്നാൽ 2024 ആയപ്പോഴത്തേക്ക് അത് കുറച്ച് നികത്തിയിട്ടുണ്ട്. 267.16 കോടി രൂപയായിട്ട് കമ്പനിയുടെ ലോസ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ആശ്വാസമാണ്. എന്നാൽ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ, റവന്യൂവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2023-ൽ നിന്ന് 2024-ലേക്ക് വരുമ്പോൾ 88.42% ഉയർച്ചയുണ്ടായിട്ടുള്ളത്. അറ്റാദായത്തിൻ്റെ കാര്യത്തിൽ അത് അതേ സ്ഥാനത്ത് -7.63 ഡ്രോപ്പ് ചെയ്യുകയാണ് സംഭവിച്ചിട്ടുള്ളത്, അതായത് കുറയുകയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിൻ്റെ റവന്യൂ സൈഡ് ഉയർന്നു നിൽക്കുമ്പോൾ ബോട്ടം ലൈനിൽ അല്ലെങ്കിൽ അതിൻ്റെ ലാഭം എന്നുള്ള ആ കോളത്തിൽ നെഗറ്റീവായിട്ട് കാണാൻ കാരണമെന്ന് നോക്കുകയാണെങ്കിൽ, വലിയ രീതിയിലുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചെലവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് പുതിയ പ്രോഡക്റ്റുകളും പുതിയ ടെക്നോളജികളും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു എക്സ്പെൻസ് അക്കാര്യത്തിൽ ചിലവ് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എക്സ്പാൻഷൻ ഗ്രോത്ത് കോസ്റ്റുകളാണ്. അതായത് മാനുഫാക്ചറിങ്ങിന് പുതിയ യൂണിറ്റുകൾ തുടങ്ങുക, അതോടൊപ്പം തന്നെ മാൻ പവർ റിക്രൂട്ട്മെൻറ്റ്, ഒരു നല്ല ശമ്പളത്തിലുള്ള ഉയർന്ന ജോലിക്ക് ആളെ വെക്കാൻ, ടെക്നീഷ്യൻസിനെ എല്ലാം വെക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷനും പ്രൈസ് പ്രഷറുമാണ് മറ്റൊരു കാരണമായിട്ട് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ടഫ് കോമ്പറ്റീഷനുള്ളൊരു സെഗ്മെൻ്റാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റേത്. മാത്രമല്ല നല്ല കോമ്പറ്റീഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പ്രോഫിറ്റ് മാർജിനിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഓപ്പറേഷൻ എക്സ്പെൻസസ് ആണ്. മാർക്കറ്റിങ്ങിനും സെയിൽസിനും എല്ലാം വേണ്ടി നല്ല രീതിയിൽ ഫണ്ട് മുടക്കുന്ന ഒരു കമ്പനിയാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റ് റേറ്റ്സും എല്ലാം മറ്റ് ചില കാരണങ്ങളാണ്. അതെല്ലാം തന്നെ എല്ലാ കമ്പനികൾക്കും ഉള്ളതാണ്. പിന്നെ ഈ കടമെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ ഈ എക്സ്പീരിയൻസും അവരുടെ മെയിൻ്റനൻസ്, ഇതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യത്തിലെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലേറ്ററി പോളിസികളിൽ വരുന്ന വ്യത്യാസങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൻ്റെ ഒക്കെ സെഗ്മെൻറ്റിൽ ഗവൺമെൻറ് ന്യൂജൻ ഒരു സെഗ്മെൻ്റ് ആണല്ലോ അത്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പോളിസി മാറ്ററുകൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടും എക്സ്പെൻസസ് വരുന്നുണ്ട്. എന്തായാലും റവന്യൂ സൈഡ് ഇപ്പോൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അറ്റാദായത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ഇടിവ് കണ്ടത്. അതും ഇപ്പോൾ റീസെൻ്റായിട്ട്
നോക്കുകയാണെങ്കിൽ അത് വളരെയധികം കുറഞ്ഞു എന്നുള്ളതും കമ്പനിയുടെ പ്രവർത്തന മികവായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയുടെ IPO ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. ഓഗസ്റ്റ് 2 മുതൽ 6 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 72 രൂപ മുതൽ 76 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ്. ഫ്രഷ് ഓഹരികൾ 5500 കോടി രൂപയ്ക്കുള്ളതുണ്ട്. ഓഫർ ഫോർ സെയിൽ 645.56 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 6145.56 കോടി രൂപയ്ക്കുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എംപ്ലോയീസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 7 രൂപ ഒരു ഓഹരിയിൽ ഡിസ്കൗണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. അവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഇനി 195 ഓഹരികളാണ് ഒരു റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. HNI കാറ്റഗറിക്കാർക്ക് 14 ലോട്ട് മുതൽ 16 ലോട്ട് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 10 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. ഇത് 10% ഓഹരികളാണ് റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. 75% ഓഹരികൾ നൽകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്. 15% HNIസിനുമാണ്. ഓഗസ്റ്റ് 7 ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും ഉണ്ട്. ഓഗസ്റ്റ് 9 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ ഇഷ്യൂ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 33,521.75 കോടി രൂപയായിരിക്കും അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുമ്പോൾ. ഇനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് സംശയിക്കുന്നവരോട് പറയാനുള്ളത്, നമുക്കറിയാം ഇത് റവന്യൂ വളരെയധികം വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ പോലും ഇത് ലോസ് മേക്കിംഗ് കമ്പനിയായിട്ടാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു പുതുതലമുറ കമ്പനി പബ്ലിക് ഇഷ്യൂവുമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഇഷ്യൂവിൻ്റെ ഒരു പ്രത്യേകത തന്നെ. തീർച്ചയായിട്ടും ഗവൺമെൻറ്റും എല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കമ്പനിയെക്കുറിച്ച് പറയേണ്ടത്, നമ്മൾ റവന്യൂ വളരെയധികം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ലോസ് മേക്കിംഗ് ആണെന്നുള്ളതാണ്. ആ ലോസ് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെട്ട് കമ്പനി ഉയർന്ന നിലയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇത് ദീർഘകാല ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബെറ്റാണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സിനും തീർച്ചയായിട്ടും ചെറിയ ലാഭം തരുന്ന ഒരു കമ്പനി തന്നെയാണെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന ഈ IPOയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. തീർച്ചയായിട്ടും ഒരു തംസപ്പ് നൽകാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. പിന്നെ ഇത് എല്ലാ രീതിയിലും നിങ്ങൾ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPOയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.